ശാലിനിയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ ഒന്നാം ഭാഗം ആരംഭിക്കുമ്പോൾ ആ കൈയും നോക്കി പിടിച്ച് വിഷ്ണു പറയുകയാണ്, ഞാൻ അവളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഇതേ കൈ കൊണ്ട് തന്നെയാണ്. ആ കൈ കൊണ്ട് തന്നെയാണ് അവളെ വേർപിരിയാനുള്ള കടലാസിൽ ഞാൻ ഒപ്പിട്ടതും. അന്നേരം ആശ്വസിപ്പിച്ച് കമലം പറയുകയാണ്, ആശാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ, അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയല്ലേ. അന്നേരം വിഷ്ണു പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ പ്രാണനാണ് പോയത്. ഞാൻ അങ്ങനെ ചെയ്തു എന്നറിയുമ്പോൾ അവൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും? എനിക്കവളെ പൂർണ്ണമായിട്ടും വിശ്വാസമാണ്. ഭാര്യയെ വിശ്വാസമില്ലാത്ത ഒരു പോങ്ങൻ ഭർത്താവ് എന്നെപ്പറ്റി അവളുടെ മനസ്സിലുള്ള ചിത്രം വരെ മാഞ്ഞു പോകും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് കമലിനോട് വിഷ്ണു. എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. വെറുപ്പ് മാത്രമല്ല, ദേഷ്യവും സങ്കടവും ഒക്കെ. ശാലിനിയുമായിട്ട് വേർപിരിയാനുള്ള കടലാസിൽ ഒപ്പിട്ട ഈ കൈ എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞ് കൈ ഡോറിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ഡോറ് പിടിച്ച് അടിക്കുകയാണ് വിഷ്ണു. 2-3 പ്രാവശ്യം കൈ ഡോറിൻ്റെ അവിടെ വെച്ച് അടയ്ക്കുകയും തുറക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് കണ്ട് സങ്കടപ്പെട്ട് പെട്ടെന്ന് പിടിച്ചു മാറ്റുകയാണ് കമലൻ വിഷ്ണുവിനെ. എന്നിട്ട് ചോദിക്കുകയാണ്, ആശാൻ എന്തു ഭ്രാന്താണ് ഈ കാണിക്കുന്നത്? എന്നിട്ട് വീണ്ടും ആശ്വസിപ്പിച്ച് കമലം പറയുകയാണ്, ആശാൻ ഏട്ടത്തിയുമായി ഒന്ന് കണ്ട് സംസാരിക്ക്, മനസ്സിലിങ്ങനെ തീയും വെച്ചുകൊണ്ട് നടക്കാതെ. മാറങ്ങോട്ട് എന്ന് പറഞ്ഞ് വീണ്ടും കമലിനെ പിടിച്ചു മാറ്റിയിട്ട് ജീപ്പിൻ്റെ പുറത്ത് വീണ്ടും കൈകൊണ്ട് ആഞ്ഞിടിക്കുകയാണ് വിഷ്ണു. അന്നേരം കയ്യിൽ നിന്ന് നന്നായിട്ട് ചോര പൊടിയുന്നുണ്ട്. അത് കണ്ട് സങ്കടപ്പെട്ട് കമലൻ നിൽക്കുന്നു. തുടർന്ന് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ നിന്നും പ്രീതിയെയും കൂട്ടി സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയാണ് ശാലിനി. അന്നേരം മുകളിൽ ബാൽക്കണിയിലിരുന്ന് ആരോട് ഫോൺ ചെയ്യുകയാണ് ഭാമ അന്നേരം താഴേക്ക് നോക്കുന്നില്ല. അവരകത്തേക്ക് കയറിയ ശേഷം ഫോൺ വയ്ക്കുന്ന ഭാമ ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട്. തുടർന്ന് ശാലിനിയും പ്രീതിയും കൂടി അകത്തേക്ക് കയറുമ്പോൾ ഹാളിൽ വീൽചെയറിൽ ഇരിക്കുകയാണ് രാഘവൻ നായർ. രാഘവൻ നായരെ കണ്ട് ഓടി വന്ന് അച്ചാന്നും പറഞ്ഞ് കാൽക്കലിരുന്ന് കരയുകയാണ് പ്രീതി. എന്നോട് പൊറുക്കണം അച്ചാന്ന് പറയുമ്പോൾ, എന്താ മോളെ, എന്താ നീ കാണിച്ചത്, പോട്ടെ സാരമില്ല എന്നൊക്കെ രാഘവൻ നായർ പറയുന്നുണ്ട്. കുറേ നേരം പ്രീതി അങ്ങനെ രാഘവൻ നായരുടെ കൈയും പിടിച്ചിരുന്ന് കരയുന്നുണ്ട്. അതുകൊണ്ട് സഹിക്കാതെ ഇരിക്കുകയാണ് രാഘവൻ നായർ. ശാലിനിയും സങ്കടപ്പെട്ട് അങ്ങനെ നിൽക്കുന്നു. അതേസമയം മുകളിൽ ഫോൺ വെച്ച ശേഷം വിഷമിച്ചിരിക്കുന്ന സത്യഭാമയുടെ അടുത്തേക്ക് സുസ്മിത വന്ന് എന്താ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, ആ ഡ്രൈവർ ഇന്ന് വരില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തേക്കൊന്ന് പോകണമായിരുന്നു. അന്നേരം സുസ്മിത പറയുകയാണ്, അതിനെന്താ ആൻറ്റി, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ, നിനക്ക് ബുദ്ധിമുട്ടാകില്ലേ എന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, എന്ത് ബുദ്ധിമുട്ട് ആൻറ്റി, ആൻറ്റി എന്നെ പലയിടത്തു നിന്നും ഒഴിവാക്കുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ സങ്കടം. ഒരു നിമിഷം പോലും എനിക്ക് ആൻറ്റിയെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. ആൻറ്റിയല്ലേ എൻ്റെ പാഠപുസ്തകം എന്നൊക്കെ സുസ്മിത പറയുമ്പോൾ അതൊക്കെ വിശ്വസിച്ച് ഭാമ പറയുകയാണ്, മോളെ, നീ ആയിരുന്നു എൻ്റെ മരുമകളായിട്ട് ഇവിടേക്ക് വരേണ്ടിയിരുന്നത്. പകരം ആ യക്ഷി വന്നു എന്ന് ഭാമ പറയുമ്പോൾ, പോട്ടെ ആൻറ്റി, സാരമില്ല, എല്ലാം ശരിയാകും എന്ന് പറയുകയാണ് സുസ്മിത. ഭാമ പോയ ശേഷം സുസ്മിത കരുതുകയാണ്, സത്യഭാമ എന്ന മരമണ്ടി ആ ലക്ഷ്യത്തിലേക്കാണ് ഞാനിപ്പോൾ എത്തിച്ചേരുന്നത് എന്ന് തിരിച്ചറിയാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും നിങ്ങൾക്കില്ലാതെ പോയല്ലോ. അതേസമയം താഴെ ശാലിനി രാഘവൻ നായരോട് പറയുകയാണ്, പേടിക്കണ്ട അച്ഛാ, ഞാൻ കൃത്യസമയത്ത് തന്നെ എത്തി, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. അന്നേരം വീണ്ടും പ്രീതി ആശ്വസിപ്പിച്ച് രാഘവൻ നായർ പറയുകയാണ്, മോളെ, ഇനി ഇതുപോലെയുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. അച്ഛന് ഈ വീൽചെയറിൽ നിന്നും അനങ്ങാൻ കഴിയില്ല എന്ന് മോൾക്കറിയാമല്ലോ. ശാലിനിയെ വിളിക്കാൻ അന്നേരം അച്ഛന് ബുദ്ധി തോന്നിയില്ലായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോഴേക്കും രാഘവൻ നായരുടെ കൈ പിടിച്ച് പ്രീതി പറയുകയാണ്, ഇല്ലച്ച, ഇനി ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കില്ല. മക്കളെ തരുന്നത് ദൈവമാണ്. ഗർഭത്തിലായാലും ആ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല എന്നൊക്കെ രാഘവൻ നായർ പറയുമ്പോൾ, പോട്ടച്ച, ഇനി അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് രാഘവൻ നായരോട് പറയുകയാണ് ശാലിനി. അന്നേരം ശാലിനിയുടെ കൈ പിടിച്ച് രാഘവൻ നായർ പറയുകയാണ്, മോളെ, നീ ഉള്ളതാണ് ഒരു ധൈര്യം. യാദൃച്ഛികമായിട്ടാണെങ്കിലും നീ ഈ വീട്ടിലേക്ക് മരുമകളായിട്ട് കയറി വന്നത് ഭാഗ്യം തന്നെയാണ്. ഒരമ്മ ചെയ്യേണ്ട ജോലിയാണ് ഇന്നും മോള് പ്രീതിക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്കെല്ലാം കാവലായിട്ട് മോളുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ ഒരു ധൈര്യമുണ്ട് എനിക്ക് എന്ന് കണ്ണു നിറഞ്ഞു പറയുകയാണ് രാഘവൻ നായർ. ഇതിൻ്റെ കടപ്പാട് ഞങ്ങൾ നിന്നോട് എങ്ങനെയാണ് വീട്ടുകയെന്ന് ചോദിക്കുമ്പോൾ അതേ കൈ രാഘവൻ നായരുടെ കൈ മുറുകെ പിടിച്ച് ശാലിനി പറയുകയാണ്, കടപ്പാട് വേണ്ടച്ച, ഇതെൻ്റെ കടമയല്ലേ. വീണ്ടും ശാലിനിയോട് കുറേ സ്നേഹത്തോടെ സംസാരിക്കുകയാണ് രാഘവൻ നായർ. ഇവൾക്കും ഇവളുടെ കുഞ്ഞിനും വേണ്ടി നിന്റെ ജീവൻ തന്നെയല്ലേ നീ പണയം വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അങ്ങനെ ത്യാഗത്തിൻ്റെ കണക്കൊന്നും വേണ്ടച്ച, അതെനിക്ക് വിഷമമാകും. നിങ്ങളുടെയൊക്കെ സ്നേഹം മാത്രം മതി എനിക്ക്. അർജുനേട്ടൻ്റെയും പ്രീതിയുടെയും കുഞ്ഞ് എൻ്റെ കുഞ്ഞിനെ പോലെ അല്ലേ എന്ന് ശാലിനി പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്,
അത് മനസ്സിലാക്കാൻ എൻ്റെ ഭാമയ്ക്ക് കഴിയുന്നില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു സങ്കടം. എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ശാലിനി പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അച്ഛനെ കൊണ്ട് ഇപ്പോൾ മനപ്രയാസമൊന്നും ഉണ്ടാകരുതെന്ന് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ. അത് മതി എന്ന് പറഞ്ഞ് വീണ്ടും ശാലിനി പറയുകയാണ്, എന്നും അച്ഛൻ എന്നെ അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്കെല്ലാം അമ്മയായിരുന്നു. അമ്മ അറിയാത്ത ഒരു രഹസ്യവും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായില്ല. ആ അച്ഛൻ്റെ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ അച്ഛൻ വന്നിരിക്കുന്നത്. പക്ഷേ ഈ രഹസ്യം മാത്രം ഞാൻ അമ്മയോട് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ശാലിനിയുടെ കണ്ണ് നിറയുമ്പോൾ മോളേന്ന് വിളിക്കുകയാണ് രാഘവൻ നായർ. അന്നേരം തറയിലേക്ക് രാഘവൻ നായരുടെ അടുത്തേക്ക് ഇരുന്ന ശേഷം ശാലിനി പറയുകയാണ്, സാരമില്ല അച്ഛാ, എല്ലാം മനസ്സിലാക്കുന്ന ഇതുപോലൊരച്ഛനെ എനിക്ക് തന്നല്ലോ, അത് മതി എനിക്ക്. അതിന് ഞാൻ അങ്ങോട്ടാണ് കടപ്പെട്ടിരിക്കുന്നതെന്ന് ശാലിനി പറഞ്ഞ് രാഘവൻ നായരോട് കൈയോട് ചേർന്നിരിക്കുകയാണ് ശാലിനി. അന്നേരം സ്നേഹത്തോടു കൂടി ശാലിനിയുടെ തലയിൽ തലോടുകയാണ് രാഘവൻ നായർ. അതേസമയം മുകളിൽ ഭാമയോട് അവളെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടത് തന്നെയാണ് ആൻറ്റി നല്ലതായത്. അവളുടെ മുഖം കാണുന്നത് ഐശ്വര്യക്കേടാണ് എന്ന് ഭാമയോട് പറയുകയാണ് സുസ്മിത. അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായമെന്ന് ഭാമയും പറയുന്നു. അതേസമയം താഴെ രാഘവൻ നായർ പറയുകയാണ് ശാലിനിയോട്, ഒടുവിൽ നീയും ഈ വീട്ടിൽ നിന്നും പുറത്തായി. ഇപ്പോൾ ആ സുസ്മിത പറയുന്ന പോലെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. ഭാമയ്ക്ക് അവളുടെ വാക്കാണ് വേദവാക്യം. എപ്പോഴും ഭാമയുടെ കൂടെ അവളുണ്ട് എന്നൊക്കെ പറയുകയാണ് രാഘവൻ നായർ. എല്ലാം ശരിയാവുമെന്ന് ശാലിനി പറയുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, അത് തന്നെയാണ് എൻ്റെയും പ്രതീക്ഷ. പക്ഷേ ഓരോന്നോർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല, രാത്രി ഉറക്കവുമില്ല. മരിച്ചു ചെന്നാൽ എൻ്റെ ആത്മാവിന് പോലും ശാന്തി കിട്ടില്ല എന്ന് രാഘവൻ നായർ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, എന്താ അച്ഛൻ ഈ പറയുന്നത്? മരണത്തിൻ്റെ കാര്യമൊക്കെ ഇപ്പോൾ എന്തിനാ പറയുന്നത്? ദേ അച്ഛനാണെന്നൊന്നും നോക്കില്ല, ഞാൻ നല്ല അടി വെച്ച് തരും എന്നൊക്കെ പറഞ്ഞ് രാഘവൻ നായരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ശാലിനി. അച്ഛൻ ഇനി ഒരു 100 വർഷം ജീവിക്കും എന്നൊക്കെ പറയുന്നു ശാലിനി. എന്നിട്ട് പ്രീതിയുടെ വയറ്റിൽ തലോടിയിട്ട് പറയുകയാണ്, 6 മാസം കൂടി കഴിഞ്ഞാലേ പേരക്കുട്ടിയെ മടിയിൽ വെച്ച് താലോലിക്കാനുള്ളതാണ്. എന്നിട്ട് പ്രീതിയെ വീണ്ടും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കാനൊക്കെ ശ്രമിക്കുകയാണ് ശാലിനി. അതേസമയം മുകളിൽ നിന്ന് സുസ്മിത റെഡിയായിട്ട് വന്ന് പോകാം ആൻറ്റി എന്ന് പറയുകയാണ്. അന്നേരം അവർ താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആൻറ്റീന്ന് സുസ്മിത പെട്ടെന്ന് വിളിക്കുന്നു. അന്നേരം താഴെ ഇരിക്കുന്ന ശാലിനിയും രാഘവൻ നായരുമൊക്കെ അത് ശ്രദ്ധിക്കുകയാണ്. കുഴപ്പമായല്ലോ എന്ന് പറയുകയാണ് രാഘവൻ നായർ. അതേസമയം സുസ്മിത ഭാമയോട് പറയുകയാണ്, ആൻറ്റി വിഷ്ണുവേട്ടൻ രാവിലെ എവിടെയോ ഇറങ്ങിപ്പോയി, എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഭാമ പറയുമ്പോൾ പോയി എന്ന് പറയുകയാണ് സുസ്മിത. അതേസമയം രാഘവൻ നായർ ശാലിനിയോട്, നിന്നെ കാണണ്ട, നീ അകത്തേക്ക് പൊയ്ക്കോ എന്ന് പറയുമ്പോൾ അകത്തെ റൂമിലേക്ക് പോവുകയാണ് ശാലിനി. തുടർന്ന് താഴേക്ക് ഇറങ്ങി വരുന്നു സുസ്മിതയും ഭാമയും. അതേസമയം താഴെ വരുമ്പോൾ പ്രീതിയുടെയും രാഘവൻ നായരുടെയും ഒക്കെ വെപ്രാളമൊക്കെ കണ്ട് എന്താ രണ്ടാൾക്കും ഒരു പരിഭ്രമം എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുകയാണ് രാഘവൻ നായർ. അന്നേരം സുസ്മിത പറയുകയാണ്, എന്തോ കുഴപ്പമുണ്ട് ആൻറ്റി, രണ്ടുപേരും ശാലിനിയുടെ എന്തോ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നു. എന്ന് നിന്നോട് ആരാ പറഞ്ഞതെന്നും പറഞ്ഞ് പ്രീതി ദേഷ്യപ്പെടുമ്പോൾ സുസ്മിത പറയുകയാണ്, അതിനാരെങ്കിലും പറയണോ? രണ്ടാളുടെയും മുഖം കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ, ആകെ മൂടിക്കെട്ടി എന്നൊക്കെ പറഞ്ഞൊരു പുച്ഛിക്കുകയാണ് സുസ്മിത. അതിനിവിടെ സന്തോഷകരമായിട്ട് എന്തെങ്കിലും കാര്യം നടക്കുന്നുണ്ടോ സുസ്മിതയെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ശാലിനി ഇറക്കി വിട്ടതിനുള്ള ദണ്ണമാണ് ആൻറ്റി. അന്നേരം ഭാമ പറയുകയാണ്, ആരെങ്ങനെയൊക്കെ തലയിട്ടടിച്ചാലും അവളെ വീട്ടിലേക്ക് തിരികെ വിളിക്കുന്ന പ്രശ്നമില്ല. തുടർന്ന് ഭാമ, ഞാനെൻ്റെ പേഴ്സ് എടുത്തുകൊണ്ട് വരട്ടെ എന്നും പറഞ്ഞ് റൂമിലേക്ക് പോകാൻ തുടങ്ങുകയാണ്. അന്നേരം ഒന്ന് പരിഭ്രമിക്കുകയാണ് രാഘവൻ നായരും പ്രീതിയും. പെട്ടെന്ന് സുസ്മിത വിളിച്ചിട്ട് പറയുകയാണ്, ആൻറ്റി സമയം വൈകിയെന്നല്ലേ പറഞ്ഞത്, ഇനിയിപ്പോൾ പേഴ്സ് എടുക്കാനൊന്നും നിൽക്കണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ ഫോൺ ഉണ്ടല്ലോ എന്ന് സുസ്മിത പറയുമ്പോൾ ഭാമ ചോദിക്കുകയാണ്, അത് നിനക്കൊരു ബുദ്ധിമുട്ടാകില്ലേ? എന്തോന്ന് ബുദ്ധിമുട്ട്? ആൻറ്റി വാന്ന് പറഞ്ഞ് വിളിക്കുകയാണ് ഭാമയെ. അത് കേട്ട് ആശ്വസിക്കുകയാണ് ഭാമയുടെ മുറിയിൽ ഒളിഞ്ഞു നിൽക്കുന്ന ശാലിനി. തുടർന്ന് രാഘവൻ നായരോട് ഭാമ പറയുകയാണ്, രാഘവേട്ട ഞങ്ങളൊന്ന് പുറത്തു പോവുകയാണ്, എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളെ കാത്തിരിക്കേണ്ട, കുറച്ച് വൈകും. അത്രയും പറഞ്ഞ് തിരിഞ്ഞിട്ട് പെട്ടെന്ന് പ്രീതിയോട് ഭാമ ചോദിക്കുകയാണ്, അല്ല കുറച്ച് നേരമായി നിന്നെവിടെ കണ്ടില്ലായിരുന്നല്ലോ, എവിടെ പോയതായിരുന്നു? ഉത്തരമില്ലാതെ പ്രീതി നിൽക്കുമ്പോൾ മറുപടി ഇല്ലേന്ന് ചോദിക്കുകയാണ് ഭാമ. അന്നേരം എന്തോ കള്ളത്തരമുണ്ടെന്ന് സുസ്മിതയും പറയുന്നു. വീണ്ടും പ്രീതി അങ്ങനെ കുനിഞ്ഞു നിൽക്കുമ്പോൾ രാഘവൻ നായർ പറയുകയാണ്, ഭാമേ അവൾ ടെറസിലായിരുന്നു, കുറച്ച് കാറ്റ് കൊള്ളാൻ പോയതാണ്. അന്നേരം വീണ്ടും സുസ്മിത ചോദിക്കുകയാണ്, അതിന് ഈ സമയത്ത് ഇവിടെ എവിടെ നിന്നാണ് കാറ്റ്? അന്നേരം ദേഷ്യപ്പെട്ട് രാഘവൻ നായർ ചോദിക്കുകയാണ്, സുസ്മിതയെ നിനക്കെന്താ പ്രശ്നം? എന്നിട്ട് ഭാമയോട് പറയുകയാണ്, ഈ സമയത്തല്ല പ്രീതി കാറ്റ് കൊള്ളാൻ പോയത്, കുറച്ച് മുമ്പത്തെയുള്ള കാര്യമാണ് ഞാനീ പറയുന്നത്.
അന്നേരം ദേഷ്യത്തോടെ ഭാമ പറയുകയാണ്, ഈ വീട്ടിൽ പരസ്പരവും നീരസവും ദേഷ്യവുമൊന്നും ആർക്കും തമ്മിൽ വേണ്ട. സത്യഭാമ എന്ത് ചെയ്താലും ഈ വീടിൻ്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. അതെല്ലാവരും ഒന്ന് ഓർമ്മിച്ചാൽ നന്ന് എന്ന് പറഞ്ഞ് വാ സുസ്മിതയെന്നും പറഞ്ഞ് സുസ്മിതയും കൂട്ടി പോവുകയാണ് ഭാമ. അവർ പോയ ശേഷം വാ ശാലിനി, അവർ പോയി എന്നും പറഞ്ഞ് ശാലിനിയെ വിളിക്കുകയാണ് പ്രീതി. അന്നേരം രാഘവൻ നായർ പറയുകയാണ്, ഞാൻ നന്നായി പേടിച്ചു മോളെ, ഇനി മോള് പൊയ്ക്കോ, ഇവിടെ നിൽക്കണ്ട എന്ന് പറയുമ്പോൾ ശാലിനി പറയുകയാണ്, അവരെന്തായാലും പോയില്ലേ, ഇനി ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് കുറച്ച് സമയം കൂടി ചെലവഴിച്ചേ പോകുന്നുള്ളൂ. അന്നേരം സന്തോഷത്തോടു കൂടി ആയിക്കോട്ടെ മോളെ എന്ന് പറയുകയാണ് രാഘവൻ നായർ. പിന്നീട് കാണിക്കുന്നത് രാജീവിൻ്റെ വീടാണ്. അവിടെ സാരിയൊക്കെ മടക്കി വയ്ക്കുകയാണ് റൂമിൽ ശാരിക. അതേസമയം പുറത്ത് വിജയലക്ഷ്മിയോട് പോയി ചോദിക്കടി എന്നും പറഞ്ഞ് അകത്തേക്ക് പറഞ്ഞു വിടുകയാണ് വിജയലക്ഷ്മിയെ കൃഷ്ണൻകുട്ടി ചേട്ടൻ. അന്നേരം ശാരികയുടെ അടുത്തേക്ക് വന്നിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, മോൾ എന്ത് ചെയ്യുക ഇവിടെ? അന്നേരം ഞാൻ ഈ സാരിയൊക്കെ മടക്കി വയ്ക്കുക ആൻറ്റി എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, എപ്പോൾ നോക്കിയാലും എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടേയിരിക്കും, മോക്കും അടുത്തോ ഇവിടെ? വീട്ടിലാണെങ്കിലും ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ശാരിക പറയുന്നു. അന്നേരം വിജയലക്ഷ്മി ശാരികയെന്ന് സോപ്പിട്ട് പറയുകയാണ്, തങ്കപ്പെട്ട സ്വഭാവമുള്ളവളാണ് മോള്. അങ്ങനെയുള്ള ശാരദാമ്മയുടെ മോളെ മരുമകളായിട്ട് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് പുണ്യമാണാവോ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ശാരികയെ സോപ്പിടുകയാണ് വിജയലക്ഷ്മി. ആ വിജയലക്ഷ്മിയുടെ ആ സംസാരത്തിലൊന്ന് സംശയിക്കുകയാണ് ശാരിക. വീണ്ടും വിജയലക്ഷ്മി പറയുകയാണ്, മോളെ എനിക്ക് ജോലിയിലേക്ക് സഹായിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ ഈ അവസ്ഥയിലായിപ്പോയില്ലേ. കൃഷ്ണൻകുട്ടി ചേട്ടനാണെങ്കിലോ അതൊന്നും ചെയ്ത് ശീലവുമില്ല. സാരമില്ല ആൻറ്റി, ഞാൻ ചെയ്തോളാം, എനിക്കതിൽ പരിഭവവും പരാതിയും ഒന്നുമില്ല എന്ന് ശാരിക പറയുമ്പോൾ ശാരികയുടെ കയ്യിലൊക്കെ നോക്കിയിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല നീ എന്താ കയ്യിലും കഴുത്തിലുമൊക്കെ ഒന്നും ഇടാത്തത്? വീട്ടിലാണെങ്കിലും ഞാൻ ഇത്രേ ഇടാറുള്ളൂ എന്ന് പറയുമ്പോൾ അത് ശരിവെച്ച് വിജയലക്ഷ്മി പറയുകയാണ്, ആ അതാണ് നല്ലത്, ഒരു തരി പൊന്നിനു വേണ്ടി ആളിനെ വരെ കൊല്ലുന്ന നാടാണിത്. ചുറ്റും താമസിക്കുന്നത് ഏത് രാജ്യക്കാരാണ്, ഏത് സ്വഭാവക്കാരാണ് എന്ന് പോലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല നീ കൊണ്ടുവന്ന സ്വർണം എവിടെയാണ് വച്ചിരിക്കുന്നത്? അലമാരിയിലാണെന്ന് ശാരിക പറയുമ്പോൾ വിജയലക്ഷ്മി പറയുകയാണ്, ഒന്നെടുത്തേ, വിശദമായിട്ടൊന്ന് കാണാനേ പറ്റിയില്ല. അന്നേരം അലമാരി തുറന്ന് ആഭരണങ്ങളൊക്കെ എടുത്ത് വിജയലക്ഷ്മിക്ക് കൊടുക്കുകയാണ് ശാരിക. ആഭരണങ്ങളൊക്കെ നോക്കുമ്പോൾ വിജയലക്ഷ്മിയുടെ വെപ്രാളമൊന്ന് കാണേണ്ടത് തന്നെയാണ്. ഒരു ആക്രാന്തത്തോടു കൂടിയാണ് വിജയലക്ഷ്മി അതൊക്കെ നോക്കുന്നത്. എന്നിട്ട് ഇത് 30 പവൻ തികച്ചുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നു ശാരികയോട്. ഇതിവിടെ വെച്ചിരുന്നാൽ എങ്ങനെയാ ശരിയാകുന്നത്? ചുറ്റും മോഷണമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ രാജീവ് ആണെങ്കിലോ അധിക സമയം ഇവിടെ കാണാനുമില്ല. അതുകൊണ്ട് ഇതെൻ്റെ മുറിയിൽ വയ്ക്കുന്നതാ മോളെ ബുദ്ധിയെന്ന് വിജയലക്ഷ്മി പറയുമ്പോൾ അതിനെന്താ ആൻറ്റി കൊണ്ടുപോയിക്കോ എന്ന് പറയുകയാണ് ശാരിക. അവിടുത്തെ അലമാരിക്ക് നല്ല പൂട്ടുണ്ട്, മുഴുവൻ സമയവും ഞാൻ അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞ് സ്വർണം കൊണ്ട് പോകാൻ തുടങ്ങിയിട്ട് വിജയലക്ഷ്മി ചോദിക്കുകയാണ്, അല്ല മോളുടെ സ്വർണം ഞാനെടുത്ത് വയ്ക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അയ്യോ ആൻറ്റി, ഇതെൻ്റെ സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? ഇത് മുഴുവൻ രാജീവ് സാറിനുള്ളതല്ലേ എന്ന് ശാരിക പറയുമ്പോൾ സന്തോഷിച്ച് വിജയലക്ഷ്മി പറയുകയാണ്, ആ അങ്ങനെയാണ് തറവാട്ടിൽ പിറന്ന പെൺകുട്ടികൾ. മോൾക്ക് ഇതിൽ നിന്നും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എടുക്കാം, എന്നോടൊരു വാക്ക് ചോദിക്കണമെന്ന് പോലുമില്ല. നിന്റെ അലമാര തന്നെയാണ് എൻ്റെയും അലമാര എന്ന് പറഞ്ഞിട്ട് സ്വർണം കൊണ്ട് പോവുകയാണ് വിജയലക്ഷ്മി. തുടർന്ന് അതുമായി വിജയലക്ഷ്മി കൃഷ്ണൻകുട്ടിയുടെ അടുത്തേക്ക് വരുമ്പോൾ കിട്ടിയോന്നും പറഞ്ഞ് തുറന്നു നോക്കുകയാണ് രണ്ടുപേരും കൂടി. എന്നിട്ട് ഓരോ ആഭരണങ്ങളൊക്കെ എടുത്തു നോക്കി ചിരിച്ച് അങ്ങനെ സന്തോഷിച്ച് അവർ നിൽക്കുന്നു. ഇത്രയുമാണ് എപ്പിസോഡിൻ്റെ 1ാം ഭാഗം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.